നമ്മുടെ പുതിയ വണ്ടി എടുക്കണം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, അങ്ങനത്തെ ഫ്രീ സർവീസുകളുടെ ടൈം പീരീഡ്, സർവീസിന്റെ ഇന്റർവെല്ലൊക്കെ പുതിയ വണ്ടി എടുക്കണം എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നമ്മുടെ ടൊയോട്ടയുടെ സർവീസിന്റെ SOP എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസ് അതായത് 1000 കിലോമീറ്ററിന്റെ സർവീസ് എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് വരുന്ന സർവീസ്, ഡെലിവറി ഡേറ്റിന് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റേഴ്സ്, ഇതാണ് ഫസ്റ്റ് സർവീസിന്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ കിലോമീറ്റർ വരുന്നത്. പിന്നെ വരുന്നത് സെക്കൻഡ് സർവീസ്, അതായത് ഗ്ലാൻസ, അർബൻ ക്രൂയിസർ, ടൈസർ അതേപോലുള്ള അലയൻസ് പ്രൊഡക്റ്റുകൾക്ക് സെക്കൻഡ് സർവീസ് 5000 ആയിട്ടാണ് വരുന്നത്. അത് ഡെലിവറി ഡേറ്റിൽ നിന്ന് 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ വരുന്ന ഫോർച്യൂണർ, ക്രിസ്റ്റ, വെൽഫെയർ, ഹൈലക്സ്, ഹൈക്രോസ് അങ്ങനെയൊക്കെ വരുന്ന വണ്ടികൾക്ക് സെക്കൻഡ് സർവീസ് വരുന്നത് 10,000 അതിന് 5,000 ചെക്കപ്പ് ഇല്ല, 10,000 വരുന്നത്. ഡെലിവറി ഡേറ്റിന് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ, ഇങ്ങനെയാണ് സർവീസിന്റെ SOP വരുന്നത്. അതിനുശേഷമുള്ള എല്ലാ സർവീസും അത് ടൊയോട്ട ഏത് വാഹനമായാലും എല്ലാം 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് സർവീസിന് 1 കൊല്ലം. വാറണ്ടി പീരീഡിലുള്ള വണ്ടികളാണെങ്കിൽ കിലോമീറ്റർ ആയിട്ടില്ലെങ്കിലും കറക്റ്റ് 1 ഇയർ, അതായത് ലാസ്റ്റ് സർവീസ് ചെയ്ത ഡേറ്റ് പിറ്റത്തെ കൊല്ലം അതേ ഡേറ്റിന്റെ ഉള്ളിൽ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വാറണ്ടി അത് പ്രതികൂലമായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.